ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. വണ്ടർ വുമൻസിൻ്റെ ഒരു ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. അത് നമ്മുടെ ഒരു പുതിയ വീഡിയോ ആണ്. ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. നമ്മുടെ മക്കളെയും കൊണ്ട് ഇരിഞ്ഞാലക്കുട ലാസ്റ്റ് സാറ്റർഡേ നമ്മൾ ഇരിഞ്ഞാലക്കുടയുള്ള ഒരു കെയ്സ് പാർക്കിൽ പോയതാണ് കേട്ടോ. അന്ന് ഈവനിങ് ആണ് നമ്മൾ പോയത്. അവിടെ നമ്മൾ നന്ദുവും കണ്ണനും ലക്ഷ്മിയും ശാലുവേട്ടനും ഞാനും ശാലുവേട്ടൻ്റെ അമ്മയും കൂടെ നമ്മൾ ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ അത് തന്നെയല്ല, ലക്ഷ്മിയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പാർക്കിൽ വന്നിട്ട് പോയിട്ടുണ്ട്. അവളൊരു 6 months ടൈമൊക്കെ ആയിരുന്ന സമയത്ത് അവൾ പോയിട്ടുണ്ട്. പിന്നെ അന്ന് കുഞ്ഞു കുട്ടിയായിരുന്നല്ലോ. ഇപ്പോൾ അവൾക്ക് കുറച്ച് അറിവും എല്ലാം കളിയും ഒക്കെ ആ ഒരു ടൈമായപ്പോൾ ഉള്ള ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആദ്യമൊന്നും അവൾക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല കേട്ടോ. അവളാകെ പകച്ച പോലെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓരോ റൈഡിലൊക്കെ കൊണ്ടിരുത്തി എന്തെങ്കിലുമൊക്കെ ഓരോന്ന് പറഞ്ഞിരുത്തി ചെയ്യിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഭയങ്കര സ്മാർട്ടായിട്ടോ. ഓടി കളിക്കലും എല്ലായിടത്തും തിക്കും തിരക്കും. എനിക്ക് അവളെ പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവൾ തന്നെ കയറി തുടങ്ങിയായിരുന്നു, ചേട്ടന്മാർ പോലും വേണ്ടാതെ. എല്ലാ റൈഡുകളും അവൾക്ക് ഭയങ്കരമായിട്ട് അവർ എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ. നന്ദു കണ്ണനും പണ്ടേ ആദ്യമേ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. ഞങ്ങളിടയ്ക്ക് വരാറുണ്ട്. ലക്ഷ്മി ഉണ്ടാകുന്നതിന് മുന്നേ ഞങ്ങളിടയ്ക്ക് ഞാൻ മക്കളെ അവർ രണ്ടാളെയും കൊണ്ട് ശാലുവേട്ടൻ പുറത്തായിരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്കതൊരു പരിചയമുള്ള സ്ഥലമാണ്. പക്ഷേ ലക്ഷ്മിക്ക് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കണ്ട അവൾ ഭയങ്കര ഹാപ്പിയായി. വന്ന ആ ഒരു ടൈമിലുള്ള കുട്ടികൾക്ക് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. നല്ല ഒരുപാട് റൈഡുകളും ഒക്കെ ഉണ്ട് അവിടെ. അത്ര ഡേഞ്ചറസ് അല്ലാത്ത നല്ല നല്ല റൈഡുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെന്താ, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് അവിടെ കളിച്ചിട്ട് അവർക്ക് അവിടെ നിന്ന് വരാൻ തന്നെ തോന്നിയില്ലായിരുന്നു. ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും നമ്മളവിടെ നിന്ന് പിടിച്ച് വലിച്ച് കൊണ്ടുവരിക ചെയ്തത് കേട്ടോ ലക്ഷ്മീനെ. അവൾക്ക് അത്ര ഇഷ്ടമായി. കുറേ ആൾക്കാർ, കുട്ടികളും ഒക്കെ, അവളുടെ ഏജിലുള്ള കുറേ കുട്ടികളൊക്കെ കണ്ടപ്പോൾ അവളാകെ ഭയങ്കര ഇഷ്ടമായി, എക്സൈറ്റഡ് ആയി അവളാകെ. പിന്നെ എന്താ, ഇത് വലിയ കുട്ടികൾ കളിക്കുന്നതാണ് കേട്ടോ. അവിടെ അവൾ ചേട്ടന്മാരെ അവളെ ഭയങ്കര കെയറിങ് ആട്ടോ കൊണ്ടുപോകണം, ഭയങ്കര ശ്രദ്ധിച്ചു. പക്ഷെ അവളേതോ എന്നും വരുന്ന ഒരു സ്ഥലം പോലെയായിരുന്നു അവൾ കുറച്ച് കഴിഞ്ഞപ്പോൾ. അത്രയും അവൾ ഫ്രീ ആയി അവിടെ. ഇപ്പോൾ ഇത് രണ്ടുപേരും നടുക്കിൽ അവളെ വെച്ച് വരും കേട്ടോ. അതായത് ബാക്കിൽ വരുന്ന ആളുകൾ പെട്ടെന്ന് വന്ന് അവളുടെ മേൽ തട്ടരുതെന്ന് വിചാരിച്ചിട്ട് ആദ്യം നന്ദു വന്ന് പിന്നാലെ ലക്ഷ്മീനെ വിട്ടതിന് ശേഷമാണ് കണ്ണൻ വന്നത് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. അവരെ കളികളിങ്ങനെ നോക്കിയിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കണ്ണന് ശരിക്കും പറഞ്ഞാൽ അവനവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ലക്ഷ്മീനെ എടുത്ത് കൊണ്ട് നടന്നു. അവനായിരുന്നു മെയിനായിട്ട് അവളെ കൂടുതൽ കെയർ ചെയ്തത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ പിന്നെന്താ, നല്ലൊരു സ്ഥലമാണ് കേട്ടോ. കപ്പിൾസിനായാലും എല്ലാവർക്കും കുറച്ച് നേരമൊക്കെ വന്നിരുന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഇതിന് എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല ക്ലീനും നീറ്റും ആയിട്ട് അവർ നല്ല ഡിസിപ്ലിൻ ആയിട്ടുള്ളൊരു പ്ലേസും കൂടിയാണ് കേട്ടോ. നല്ല കുടിക്കാൻ വെള്ളവും പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ഹാളുണ്ട് റിലാക്സായി പോയിരിക്കാനായാലും. പിന്നെ ഇവിടെ കണ്ടോ കുറേ സ്റ്റാച്യൂകളുണ്ട്. മദർ തെരേസ, വിവേകാനന്ദൻ, അബ്ദുൽ കലാം, നെഹ്റു, അങ്ങനെ കുറേ പേരുടെ സ്റ്റാച്യൂസും കാര്യങ്ങളും ഉണ്ട്, ഗാന്ധിജി. അങ്ങനെ അതുപോലെ തന്നെ കുറേ ഫ്ലവേഴ്സും. എനിക്ക് അതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമായത്. ബോഗൺവില്ലയുടെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു അവിടെ. പല പല കളേഴ്സും, ചെത്തികൾ എത്ര കളേഴ്സായിരുന്നു എന്നറിയോ. ചെത്തിപ്പൂവൊക്കെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. ഭയങ്കരമായിട്ട് നമുക്ക് നോക്കിയിരിക്കാൻ തോന്നും. പക്ഷെ നമുക്കതൊന്നും തൊടാനൊന്നും പാടില്ല കേട്ടോ. ഭയങ്കര നീറ്റായിട്ട് അവർ കട്ട് ചെയ്ത് നല്ല ഭംഗിയിലൊക്കെ നിർത്തി വെച്ചേക്കുന്നതാണ്. അങ്ങനെ പിന്നെന്താ, അവിടെ ഇങ്ങനെ നടക്കാനും ഫോട്ടോസ് എടുക്കാനും. പിന്നെ കണ്ടോ അവിടെ വലിയൊരാളുണ്ട് കേട്ടോ. വലിയൊരു ജിറാഫിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ അത് കാണാനായിട്ട്. ലക്ഷ്മി അതിനെ ആദ്യം കണ്ടപ്പോൾ പേടിച്ചു പോയിരുന്നു. അതിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് അവൾ സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെ ഇരുട്ടായി. ഞങ്ങൾ പോകേണ്ട നേരമായിപ്പോൾ അവർ റൈഡിൽ നിന്ന് ഇറങ്ങണില്ല. ടാറ്റയൊക്കെ തരികയാണ് ഞങ്ങൾക്ക് പൊക്കോളാൻ പറഞ്ഞിട്ട്. അത്രയും അവരതിൻ്റെ ഉള്ളിൽ എൻജോയ് ചെയ്യാണ്. ആളുകളൊക്കെ പോയി പതുക്കെ തിരക്കൊക്കെ ഒഴിഞ്ഞു തുടങ്ങി. അവസാനം സീസോലിരിക്കാൻ വേണ്ടി അവൾ അച്ഛൻ്റെ അടുത്ത് സോപ്പൊക്കെ ഇട്ട് ശാലേട്ടൻ അവളെ കുറച്ച് നേരം സീസോലൊക്കെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആട്ടി. അങ്ങനെ പതുക്കെ അവളെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഹാള്. നല്ലൊരു സൈലൻ്റ് ഏരിയയാണ്. അതിൻ്റെ അകത്ത് പുറത്ത് കളിക്കുന്ന ഒരു ശബ്ദം കാര്യങ്ങളൊന്നും അകത്തോട്ടില്ല കേട്ടോ. അവിടെയൊക്കെ ഭയങ്കര സൈലൻസാണ്. നമുക്ക് ബുക്സ് വായിക്കാനായാലും എല്ലാം നല്ലൊരു റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ശാലുവേട്ടനെ അവൾ വിടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഓരോ റൈഡിലും പിന്നെയും കയറ്റിക്കായിരുന്നു അവൾ ശാലുവേട്ടനെ കൊണ്ട്. തന്നെയാണ് ശാലുവേട്ടൻ പിന്നാലെ പോകുന്നേ ഉള്ളൂ, തന്നെ ഓടി കയറിയായിരുന്നു. പിന്നെ അവിടെ പാട്ട് കേൾക്കാൻ സ്പീക്കറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിച്ചുപൊളി പാട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ പുതിയ വ്ളോഗിലെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.